ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കയ്യൂക്കും തന്റേടവും എന്ത് കാണിച്ചാലും ആരും ചോദ്യം ചെയ്യില്ല എന്ന അഹങ്കാരവുമായിരുന്നു ഇവരെ ഇത്രയും കാലം ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്. ജനങ്ങളെ പിഴിഞ്ഞു ജീവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരുന്നു ഇവരമ്മയും മകനും കൂടി കെട്ടിപ്പടുത്ത ഈ പലിശ സാമ്രാജ്യം. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു. നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ വട്ടിപ്പലിശക്കാരെയാണ്. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നാട്ടുഭാഷയിൽ ഞായറാഴ്ച പാണ്ടി എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. 1000 കൊടുത്താ 2000 തിരിച്ചു കൊടുക്കണം. പക്ഷേ അത് ആഴ്ചയിൽ കയ്യിൽ കിട്ടുന്ന പോലെയൊക്കെ കൊടുത്താൽ മതി. സാധാരണ ഞായറാഴ്ചകളിലാണ് ഇവർ പണം പിരിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ടാ സൺഡേ അണ്ണൻ, ഞായറാഴ്ച പാണ്ടി എന്ന ഓമന പേരിലൊക്കെ ഇവർ അറിയപ്പെടുന്നത്. സാധാരണക്കാർക്കിടയിൽ പണം കൊടുത്തുകൊണ്ട് ഇപ്പോഴും ഇവർ സജീവമായിട്ടുണ്ട് താനും. പക്ഷെ ഇവരാരും അവരവരുടെ സ്ഥാപനങ്ങളുടെ ബോർഡും പിടിച്ചുകൊണ്ട് പിരിവിന് വരുന്നതോ പണം കൊടുക്കാൻ വരുന്നതോ എന്റെ അറിവിലെങ്ങുമില്ല. ഇവർക്കാർക്കും ഇത് നടത്താനുള്ള ലൈസൻസ് ഉണ്ടാവാനും സാധ്യതയില്ല. സ്ഥാപനത്തിന്റെ ലൈസൻസ് പോട്ടെ, അവർക്ക് അവരുടെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് പോലും കാണില്ല. ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്കെതിരെ ഒന്നും ആരും പരാതിയായിട്ട് പോകുന്നുമില്ല. മൈ ലോർഡ്, എന്റെ കക്ഷി വിഷ്ണു ഒരു പെൺകുട്ടിയുടെ കല്യാണമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സഹായഹസ്തം നീട്ടിയതാണ്. കുത്തുകൊണ്ട വേലായുധൻ എന്നയാൾ പല കേസുകളിലെ പ്രതിയും ക്രിമിനലുമാണ്. കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ 10 ലക്ഷം രൂപ കൊടുക്കാതിരിക്കാനായി മനഃപൂർവ്വം വേലായുധൻ ഈ നിൽക്കുന്ന എന്റെ കക്ഷിയെ ഈ കേസിലേക്ക് വലിച്ചിഴക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കക്ഷിയെ ക്രൂരനായ ഒരു വട്ടിപ്പലിശക്കാരനാക്കി വേലായുധനെ കുത്തിയത് വിഷ്ണുവും വിഷ്ണുവിന്റെ ആൾക്കാരും കൂടിയാണെന്ന് ഉറപ്പിക്കാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശ്രമം കാണുമ്പോൾ ഇത് വെറും ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. യുവർ ഓണർ, തെളിവുകൾ ശക്തമായി നിർത്തുമ്പോൾ ഉപമയ്ക്കായി ഉപയോഗിച്ച മലർപ്പൊടി ഡിഫൻസ് വക്കീലും എന്റെ സുഹൃത്തുമായ അർജുന്റെ കണ്ണിൽ തന്നെയാണ് വീണതെന്ന് എനിക്ക് പറയേണ്ടി വരും യുവർ ഓണർ. കാരണം തോൽവി എത്ര സമർത്ഥനായ വക്കീലിന്റെയും കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കും. ഇനിയിപ്പോ ഞാനിവിടെ നിർത്താൻ പോകുന്ന തെളിവുകൾ അത്രയ്ക്കും ശക്തമാണ്. ഗോവിന്ദരാജ്, വയസ്സ് 58, വീട്ടുപേര് ശ്രീതിലകം. അങ്ങനെ ഒരാളെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഒരു 10-12 വർഷം മുൻപുള്ള കഥയാ. മൂക്കിന്റെ പാലൊടിഞ്ഞ് താലൂക്ക് ആശുപത്രിയിൽ അയാൾ ചികിത്സയ്ക്ക് പോയിരുന്നു. 2012 ജനുവരി 6-ാം തീയതിയാണ് അയാൾ അഡ്മിറ്റ് ആയത്. അന്നത് പോലീസ് കേസും ആയതാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മ കാണുമല്ലോ. അന്ന് അയാളുടെ മൂക്കിന്റെ പാലം ഇടിവള കൊണ്ട് ഇടിച്ചത് അന്നത്തെ വട്ടിപ്പലിശക്കാരൻ ഇടിവള വിഷ്ണു.